Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ എപ്പോഴാ വരേണ്ടത്? ഞാൻ എപ്പോഴാ വരേണ്ടത്? When should I come? When should I come? എത്ര മണിക്കാണ് ഞാൻ വരേണ്ടത്? എത്ര മണിക്കാണ് ഞാൻ വരേണ്ടത്? What time should I come? What time should I come? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റിട്ടൺ ഇംഗ്ലീഷിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമർ ടെസ്റ്റിലൊക്കെ നമ്മൾ ഈ സെന്റൻസ് എഴുതണമെങ്കിൽ അറ്റ് what time should I come അതായിരിക്കും കുറച്ചും കൂടെ ശരി. അതായത് what time should I come എന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. റിട്ടൺ ആവുമ്പോൾ അറ്റ് what time should I come എന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ എന്ന് എഴുതുന്നതായിരിക്കും ശരി. രാവിലെ 10 ശേഷം എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. രാവിലെ 10 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വന്നോളൂ. കം എനി ടൈം ആഫ്റ്റർ 10 AM. കം എനി ടൈം. എനി ടൈം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും. ആഫ്റ്റർ 10 AM 10 മണിക്ക് ശേഷം. എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും വന്നോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. കം whenever you like. I will be at home. Come whenever you like. I will be at home. ഇവിടെ നമുക്ക് കം whenever you like അങ്ങനെ പറയാം, അല്ലെങ്കിൽ കം whenever you want. I will be at home. At home ഞാൻ വീട്ടിലുണ്ടാവും. So you can come whenever you like അല്ലെങ്കിൽ whenever you want. ഞാൻ നിനക്ക് വല്ലതും കൊണ്ടുവരണോ? ഞാൻ നിനക്ക് വല്ലതും കൊണ്ടുവരണോ? Should I bring anything for you? Should I bring anything for you? Should I bring anything എന്തെങ്കിലും കൊണ്ടുവരണോ? For you നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ? അവന്റെ മേലുള്ള ദേഷ്യം എന്റെ മേൽ എടുക്കാതെ. അവന്റെ മേലുള്ള ദേഷ്യം എന്റെ മേൽ എടുക്കാതെ. Don't take out your anger on me. Don't take out your anger. അവന്റെ മേൽ എന്ന് പറയണമെങ്കിൽ with him. അതായത് don't take out your anger with him on me. അപ്പോ your anger with him അവന്റെ മേലെയുള്ള ദേഷ്യം don't take it out on me. എന്റെ മേൽ അത് എടുക്കാതെ. So take out your anger on me അറിഞ്ഞു വെക്കേണ്ട നല്ലൊരു യൂസേജ് ആണ്. ഇതിന്റെ വേറൊരു വേർഷൻ നോക്കാം. നിനക്ക് അവന്റെ മേൽ ദേഷ്യമുണ്ടെങ്കിൽ അവനോട് കാണിക്കൂ, എന്നോടല്ല. നിനക്ക് അവന്റെ മേൽ ദേഷ്യമുണ്ടെങ്കിൽ അവനോട് കാണിക്കൂ, എന്നോടല്ല. If you are angry with him, vent it on him, not on me. If you are angry with him, vent it on him, not on me. ഇവിടെ നമ്മൾ ഉപയോഗിച്ചൊരു ശ്രദ്ധിക്കണം. വെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക. അപ്പോ നിനക്ക് അവനോട് ദേഷ്യമുണ്ടെങ്കിൽ ഇഫ് യു ആർ ആംഗ്രി വിത്ത് ഹിം, വെന്റ് ഇറ്റ് ഓൺ ഹിം. അത് അവന്റെ അടുത്ത് പുറത്തേക്ക് എടുക്കുക. വെന്റ് ഇറ്റ് ഓൺ ഹിം, അല്ലാതെ നോട്ട് ഓൺ മീ, എന്റെ മേലല്ല. അപ്പോ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ആംഗർ ഓൺ മീ. അപ്പൊ ടേക്ക് ഔട്ട് യുവർ ആംഗർ അതേ മീനിങ് തന്നെയാണ് ഇവിടെ വെന്റ് യുവർ ആങ്കർ. അപ്പോ അതിനെ നീ വെന്റ് ഇറ്റ് ചെയ്യുന്നത് എന്റെ മേലാവരുത്. ഓക്കെ, വെന്റ് ഇറ്റ് ഓൺ ഹിം, നോട്ട് ഓൺ മീ. ഇതിനെ തന്നെ നമുക്ക് ഇഫ് യു ആർ ആംഗ്രി വിത്ത് ഹിം, ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ഹിം, നോട്ട് ഓൺ മീ. അപ്പോ വെന്റ് ഇറ്റ് ഓൺ ഹിം, അതേപോലെ ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ഹിം, എന്നോടല്ല, നോട്ട് ഓൺ മീ. ഞാൻ നിങ്ങളെ അസ്വസ്ഥമാക്കാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ നിങ്ങളെ അസ്വസ്ഥമാക്കാൻ ഉദ്ദേശിച്ചതല്ല. I didn't mean to upset you. I did not mean to upset you. അപ്പോൾ ഞാനത് മീൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചില്ല. So I did not mean to upset you. Upset എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാക്കുക. ഓക്കെ, നിങ്ങൾ ജോലി കഴിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? നിങ്ങൾ ജോലി കഴിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? Where did you go after work? Where did you go after work? നിന്റെ മൊബൈൽ പലതവണ റിങ് ചെയ്തു. മൊബൈൽ പലതവണ റിങ് ചെയ്തു. Your mobile rang several times. Your mobile rang several times. അപ്പോൾ ഇവിടെ നമ്മൾ പലതവണ എന്ന വാക്കിന് പകരമാണ് നമ്മൾ several times എന്ന് പറയുന്നത്. Several എന്ന് പറഞ്ഞാൽ പലതവണ. ഇവിടെ നമ്മൾ പ്രൊനൗൺസിയേഷൻ നോക്കണം. സെവറൽ അങ്ങനെ 3ആയിട്ട്
പിരിച്ച് പറയരുത്. സെവറൽ. ഞാൻ ആ പടം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദറ്റ് മൂവി സെവറൽ. എന്റെ സാഹചര്യം അവന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്റെ സാഹചര്യം അവന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. മൈ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്. മൈ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്. ഇവിടെ നമ്മൾ സാഹചര്യം എന്ന വാക്കിനാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലവര് സിറ്റുവേഷൻ എന്ന് പറയും. അവിടെ ടി എന്നുള്ള സൗണ്ട് അല്ല വരേണ്ടത്, ച എന്ന സൗണ്ടാണ്. സിറ്റുവേഷൻ. അപ്പോൾ മൈ സിറ്റുവേഷൻ, എന്റെ സാഹചര്യം ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്, അവന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ ഡിഫറെന്റ് ഫ്രോം ഹിസ് സിറ്റുവേഷൻ എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. മൈ സിറ്റുവേഷൻ എന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ് എന്ന് വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. മൈ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ് സിറ്റുവേഷൻ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട. എന്റെ സാഹചര്യം ഇതുപോലല്ല, എന്റെ സാഹചര്യം അവന്റേത് പോലല്ല. മൈ സിറ്റുവേഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് ഹിസ്. മൈ സിറ്റുവേഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് ഹിസ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഈസ് നോട്ട് ദ സെയിം ആസ് ഇസ്. അതായത് അവന്റെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്. അപ്പോൾ നോട്ട് ദ സെയിം ആസ് ഹിസ് ഇസ് ഡിഫറെന്റ് ഫ്രോം ഹിസ്, രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. അവന്റെ സാഹചര്യം എന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. അവന്റെ സാഹചര്യം എന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഹിസ് സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ് ഫ്രോം മൈൻ. സിറ്റുവേഷൻ is different from mine. ഇവിടെ MINE, മൈൻ എന്ന് പറഞ്ഞാൽ എന്റെ അല്ലെങ്കിൽ എന്റേത്. His situation is different from mine. ഞങ്ങൾ വളർന്നു വന്ന ജീവിത ചുറ്റുപാടുകൾ ഒരുപോലല്ല. The circumstances we grew up in are not the same. Circumstances we grew up in are not the same. Circumstances എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ. We grew up in, ഞങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ are not the same. ഒരുപോലല്ല, സെയിം അല്ല, അതായത് ഡിഫറെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ സർക്കംസ്റ്റാൻസ് എന്ന് പറയരുത്, സർക്കംസ്റ്റാൻസ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ ഇത് സർക്കംസ്റ്റാൻസ് അങ്ങനെ പറയാം, പക്ഷെ അമേരിക്കൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ കേൾക്കാൻ. ഓക്കെ, സോ സർക്കംസ്റ്റാൻസ്. നീ കൊടുത്ത മറുപടി അവന്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. The reply you gave is different from his. Give എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. The reply you gave, അതായത് നീ കൊടുത്ത മറുപടി is different from his. അവന്റേതിൽ നിന്ന് ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you in the next video.